പെസഹ വ്യാഴാഴ്ച ദേവാലയത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം വീടുകളിൽ തിരിച്ചെത്തുന്ന വിശ്വാസികൾ എല്ലാവരും സ്വന്തം ഭവനത്തിൽ ഒത്തുകൂടി പെസഹ ആചരിക്കുന്നു. ഓരോ ഭവനത്തിലെയും ഭവനാംഗങ്ങൾ മുഴുവനും അയൽവക്കക്കാരും പങ്കെടുക്കാറുണ്ട്. ഒരു ഭവനത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് അടുത്ത ഭവനത്തിൽ എന്ന രീതിയിലാണ് ഇത് നടത്തുന്നത്. കുരിശപ്പത്തിന്റെ പങ്കുവെക്കൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആഴമായ സ്നേഹബന്ധത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. പെസഹ ആചരണത്തിന്റെ പ്രധാന ചടങ്ങ് അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ്. അന്ത്യത്താഴ വേളയിൽ യേശു അപ്പം മുറിച്ച് വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകിയതിനെ അനുസ്മരിച്ച് പ്രത്യേകം അപ്പം പുഴുങ്ങി പാൽ തയ്യാറാക്കി അനുഷ്ഠാനങ്ങളോടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഭക്ഷിക്കുന്നു. പെസഹ ഭക്ഷണത്തിന്റെ പ്രധാന വിഭവം കുരിശപ്പമാണ്. വാഴയില മടക്കി അതിൽ കുരിശപ്പം ഉണ്ടാക്കുന്നു. ഓശാന ഞായറാഴ്ച ലഭിച്ച കുരുത്തോലയുടെ അഗ്രം മുറിച്ച് കുരിശടയാളത്തിൽ വെച്ചാണ് അപ്പം പുഴുങ്ങുന്നത്. ഓരോ വാഴയില മടക്കി അതിൽ മറ്റ് അപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇവയിൽ കുരിശ് വരയ്ക്കാറില്ല. ഇന്ദ്രിയപ്പം എന്നാണ് ഈ അപ്പം അറിയപ്പെടുക. കുരിശപ്പം നടുക്കും മറ്റും അപ്പങ്ങൾ ചുറ്റുമായി പാത്രത്തിൽ വെച്ച് അപ്പം പുഴുങ്ങിയെടുക്കുന്നു. മാവ് പുളിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പം പുഴുങ്ങുന്നു. തേങ്ങാപ്പാലും ശർക്കരയും ചേർത്ത് ചൂടാക്കിയെടുത്തതാണ് പാല് എന്ന വിഭവം. ഓശാന ഞായറാഴ്ചത്തെ കുരുത്തോല മുറിച്ച് കുരിശാകൃതിയിൽ ഈ പാലിലും ഇടുന്നു. പെസഹ വ്യാഴാഴ്ച വൈകിട്ട് പള്ളിയിലെ കാലുകഴുകൽ ശുശ്രൂഷയും പരിശുദ്ധ കുർബാനയും കഴിഞ്ഞ് വന്നാണ് ഈ അപ്പം മുറിക്കൽ ചടങ്ങ് നടത്തുക. കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള പുരുഷനാണ് അപ്പം മുറിക്കുക. അപ്പം മുറിക്കുന്ന ആൾ പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്കും ശേഷം അപ്പത്തിൽ കുരിശടയാളം വരച്ച ശേഷം കുരിശപ്പം മുറിച്ച് മുതിർന്നവർ തുടങ്ങി ഓരോരുത്തർക്കായി നൽകുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുകൈയും നീട്ടി അപ്പം വാങ്ങുന്നു. എല്ലാവർക്കും നൽകിയ ശേഷം അപ്പം മുറിച്ചയാൾ അപ്പം ഭക്ഷിക്കുന്നു. തുടർന്ന് മറ്റുള്ളവരും ഇതേ ക്രമത്തിൽ തന്നെ പാല് സ്വീകരിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. ഭവനങ്ങളിൽ നിന്ന് ആരെങ്കിലും പ്രസ്തുത വർഷം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുരിശപ്പം പുഴുങ്ങുന്ന പതിവില്ല. ആ ഭവനങ്ങളിൽ മുറിക്കുവാനുള്ള കുരിശപ്പം അടുത്ത ഭവനത്തിൽ നിന്നും കൊണ്ടുവരികയും ആഘോഷങ്ങളില്ലാതെ അത് മുറിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം തങ്ങളോടൊപ്പം അപ്പം മുറിക്കാനായി പാല് കുടിക്കാനുമായിരുന്ന പരേതനോടുള്ള ആദരസൂചകമായി ഈ രീതിയെ കാണാവുന്നതാണ്. നിശബ്ദരായി ഭയഭക്തിയോടെയാണ് മുതിർന്നവരും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. ഒരു തരി അപ്പമോ ഒരു തുള്ളി പാലോ നിലത്തു പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നു. ഓരോ ഭവനത്തിലെയും അപ്പം മുറിക്കലിന് ശേഷം പ്രാർത്ഥിച്ച് സ്തുതി ചൊല്ലി എല്ലാവരും അടുത്ത ഭവനത്തിലേക്ക് പോകുന്നു. പിന്നീട് ഭവനത്തിൽ തിരിച്ചെത്തി പ്രാർത്ഥനകൾ ചൊല്ലി ഉറങ്ങുവാൻ പോകും. അടുത്ത ദിവസം ആചരിക്കുന്ന ദുഃഖ വെള്ളിയാഴ്ചയിലേക്കുള്ള പ്രാർത്ഥന നിർഭരവും ത്യാഗപൂർണവുമായ ഒരുക്കം കൂടിയാണ് ഈ പെസഹ ദിനം.